ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു വളം, നല്ലൊരു അടിപൊളി വളമാക്കാൻ വേണ്ടി ഇതെന്ന് വെച്ചാൽ പച്ച ചാണകം, ഇത് വേപ്പ് പിണ്ണാക്ക്, അല്ല ഇത് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇത് ചാരം, ഇത് അടുക്കള വേസ്റ്റ് കണ്ടാ, ഇത് അടുക്കള വേസ്റ്റ്, ഇതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, മുട്ടത്തോടക്കം ഉണ്ട്, എല്ലാം ഉണ്ട്. ആണല്ലേ, ഇത് ഇത് ഇതത്, പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് കടലപ്പൊടി ഉണ്ട് ബാക്കി അത്, പിന്നെ കുറച്ച് കാട്, കുറച്ച് സീമക്കൊന്ന. ഇതിപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. ഇതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ എല്ലാം ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇത് കണ്ടില്ലേ, ഇത് ആടുന്ന് മുറ്റത്ത് പറിച്ച കാടും പുല്ലുമാണ് കണ്ടാ. ഇത് കുറച്ചിട്ട് ഇത് നല്ല വളമാണ്. ആ മൊത്തങ്ങ എന്നിട്ടൊരു ഇതുണ്ട്, അത് നല്ല ഇതാണ്, വളമാണ്. അത് ഞാൻ എപ്പോഴും വിട്ടില്ല കണ്ടാ. ഇതാണ് മൊത്തങ്ങ. ഈ സാധനം നല്ല അസല് വളം, നല്ല മരുന്നും കൂടിയാണ് കണ്ട. കുട്ടിക്ക് ഗ്രഹണിക്കെല്ലാം ഇതിൻ്റെ കായ് പറിച്ചിട്ട് അരച്ചിട്ട് കൊടുക്കും. അതേപോലെ ഈ പച്ചക്കറിക്കും അതുകൊണ്ട് ഗ്രഹണി പിടിക്കൂല, അത് അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ. അതാ ഞാൻ ഇത് വിടാതെ, അത് കണ്ടാൽ ഞാൻ ഏടിയും വിടൂല. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പോൾ സീമക്കൊന്ന. ഇത് ഞാനിങ്ങനെ പറിച്ചിട്ട് ഇതിലിട്ടെ, ഇത് പറിച്ചിട്ട് ഇതിലിട്ട്. നമുക്ക് സീമക്കൊന്നും ഇല്ലാതെ പരിപാടിയില്ല, ചാണം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചാണകത്തിന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും തൽക്കാലം നമ്മളിപ്പോൾ ഇതിനെക്കൊണ്ട് ഒപ്പിക്കാം. അതിനാണ് ഈ ഒരു പ്രാവശ്യത്തേക്ക് പിടിയുണ്ട് കുറച്ച്, അത് ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് ആക്കി വെക്കട്ടെ. അത് കഴിയുമ്പോഴേക്ക് കൊണ്ടുവന്നിട്ട് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ചാണകം കൊടുക്കാഞ്ഞാൽ ഇപ്പം നട്ട പച്ചക്കറിക്ക് പച്ച ചാണകം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, കായ് നന്നാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചക്കറിക്ക് പച്ച ചാണം അത്യാവശ്യമാണ്. ചാണം, ഗോമൂത്രം, ഇതെല്ലാം. ഗോമൂത്രം ഒന്നും ഇപ്പോൾ കിട്ടാനില്ല, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആദ്യമുള്ള സമയത്തെല്ലാം ഗോമൂത്രം തന്നെയാണ്. നമ്മൾ ഇവിടെ കലക്കി വെക്കൊന്നും വേണ്ട, നല്ല നീല കളറ് മൂത്രവും ചാണകവും കൂടി ആടെ വലിയ കുണ്ടാണ്, അതിൻ്റെ അകത്ത് നിറച്ചും വെള്ളത്തോടെ ഇങ്ങനെ നിൽക്കും. നമ്മൾ കലക്കി ഒഴിക്കൊന്നും വേണ്ട, കലക്കൊന്നും വേണ്ട, അങ്ങനെ വെള്ളം പൊതിർത്ത് വെക്കുകയും വേണ്ട. അതിങ്ങനെ മുക്കിയിട്ട് ഇടക്കിടക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല പച്ചക്കറി ആയിരിക്കും, നല്ല നീല കളറ്. തൊട്ടതെല്ലാം തേച്ചു അത്ര നല്ല കളർ. ഏകദേശം ഉള്ള മൂത്രം തേച്ചു അരി തന്നെയല്ലേ ഉണ്ടാകുന്നത്. അത് നമ്മൾ കുറച്ച് നേർപ്പിച്ചിട്ട്, അതാണ് ഞാൻ സാധാരണ കണ്ടു കൊടുക്കല്. ഇനിയിപ്പം അതൊന്നും ഇല്ല, ഇനിയിപ്പം പശുവിന് അതിന് ആദ്യം കൂടി നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല. എനിക്ക് നോക്കാൻ ആളില്ല. നോക്കാൻ ആളുണ്ടെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു, നോക്കാൻ ആളില്ലല്ലോ. എങ്ങനെയെങ്കിലും എനിക്കാവുകയും ചെയ്യില്ല. എനിക്ക് നടന്നിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെയും ചെയ്യും. ഈ പശുക്കളല്ലേ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയിട്ട് വലിക്കില്ലേ, ഞാനങ്ങ് പുറത്ത് തെറിച്ച് പോയെങ്കിൽ പിന്നെ വിഷമല്ലേ. അതുകൊണ്ട് തീർന്നില്ലേ കഥ. അതാണ് ഇതിപ്പം നല്ലൊരു വളമായിട്ട് വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് അത്രക്ക് ഓട്ടം ഓടും. ഇത് കുറച്ച് മുമ്പിലേ ആക്കണം നേരിച്ചാണ്. പിന്നെ നിങ്ങളെ കാണിക്കാണ്ട് ഇതെന്നാ ചെയ്താൽ ചോദിക്കും. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതെന്നാണെന്ന് ചോദിക്കും അന്നേരം എല്ലാവരും. അപ്പോൾ അന്നേരം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ സീമക്കൊന്നിട്ട് എന്താ ഇത് തേച്ചും ഇങ്ങനെ പറിച്ചിട്ട് പിന്നെ കഞ്ഞി വെള്ളം ഉണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് വേപ്പും പിണ്ണാക്ക്, ചാരം, അടുക്കള വേസ്റ്റ്, പച്ച ചാണകം, പുല്ല്, ഇതാണ് എല്ലാം ഞാൻ ഇന്ന് കൊടുക്കുന്ന വളത്തിൻ്റെ. ഇത് തേച്ച് ആക്കിയാൽ കഴിഞ്ഞാൽ പിന്നെ ഇന്നും ഇതിന് കുറേ കൂട്ടാൻ മാത്രം കൂട്ടാനുണ്ട്, പക്ഷെ അതെല്ലാം കൂട്ടുന്നില്ല. അതെന്നും ഓരോരോ പ്രാവശ്യം ഓരോ തരത്തിൽ കൂട്ടാം. എല്ലാം ഒന്നിച്ച് കൂട്ടിയാൽ ഇതാണ്ട. എന്നാൽ തന്നെ ഇത് നല്ലോണം ഉണ്ട്, എല്ലാം കൂടി കൂടിയിട്ടുണ്ട്. ഇനി കപ്പച്ചപ്പും കൂടി ഇടായിരുന്നു, ഞാനിപ്പോൾ ഇടുന്നില്ല. കപ്പച്ചപ്പും കൂടി ഇട്ടാൽ നല്ലതാണ്, പപ്പായച്ചപ്പ്. അതും കൂടി ഇട്ടാൽ നല്ല വളമാണ്. അത് ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മരുന്നും കൂടിയാണ്, മരുന്ന് പോലെയാണ്. അതുകൊണ്ട് അതും കൂടി ഇടായിരുന്നു. അതിപ്പം ഉണ്ട്, പക്ഷേ ഞാനത് കൊണ്ടുവന്നിട്ടില്ല. അതും കൂടി ഇട്ടാൽ നല്ലതാണ്. പക്ഷേ നോക്കിയിട്ട് അതും കൂടി ലേശം കൊണ്ട് ഇടാം ഞാൻ, എന്നാലേ അത്രയും നല്ലതാണ്. ഒരു മരുന്ന് പോലെ. അത് അതിൻ്റെ അകത്ത് കലങ്ങിക്കഴിഞ്ഞാൽ വീട്ടിനെല്ലാം നല്ല ഒരു ഇത് കിട്ടും. ഉണ്ടല്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനി ഞാനിപ്പോൾ ഈ ചാരം ഇതിലിപ്പോൾ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചു. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ. ഇതിപ്പം പച്ചക്കറീൻ്റെ വേസ്റ്റാണേ. ഇതിൽ മുട്ടത്തോടെ അടക്കുണ്ട്. ഇതാ ഉണ്ടാ ഇത് അടക്കമുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത്തിരിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എല്ലാം പൊടിച്ച് ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചാരാണേ, കേട്ടോ, ചാരം.
ചാരം മതി, അത് ചാരം. ഇതാണ് കടലപ്പിണ്ണാക്കിൻ്റെ പൊടി ബാക്കിയുള്ള എന്നാൽ കൊണ്ടുവന്ന പൊടിയാണ്, കുറച്ച് പഴകിപ്പോയി. അതാണ് ഞാനിപ്പം ഇതിലിവിടെ ഉപയോഗിക്കുന്നില്ല. അതിനാണിപ്പം ഞാനിതിപ്പോൾ എടുക്കുന്നത്. കേട്ടോ, ഇത് കണ്ടില്ലേ, ഇതാ ഇത്രയേ ഉള്ളൂ, അത്രേ വേണ്ടൂ. അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഈ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കായി എന്താ, ഇത് പകുതി ഇടാം, പകുതി ഇനിയത്തേനും ഇടാം. ഉണ്ടല്ലേ, പകുതി ഇട്ടു. നമുക്കത് ഇനി കയറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം വേണ്ട, ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പം ഇടട്ടെ. ഇതിൽ കുറച്ച് പിണ്ണാക്ക് ഇന്ന് ഇടട്ടെ. എന്താ ഇതെല്ലാം ഈ പിണ്ണാക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വേരിനെല്ലാം നമ്മൾ പോകുമ്പോൾ നല്ല രോഗങ്ങളെല്ലാം ശരിക്കും മാറും. അതിനാണ് ഇതെല്ലാം. ഉണ്ടല്ലേ, ഇതാ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോട്ടി മിശ്രത്തിനിപ്പോഴും എല്ലാം കൂട്ടുന്നില്ലേ, ഇതെല്ലാം. ഇനിയിപ്പോൾ ഇതാണ് ചാണം, പച്ച ചാണകമായി. കണ്ട, ഇതാണ് പച്ച ചാണകം. കണ്ടില്ലേ, ഇത് മുന്നേ ഉള്ള ഞാൻ വെള്ളം പാർന്ന് കൊണ്ടിട്ട് വെച്ചേ. കണ്ട ഇല്ലേ, നല്ല കറുപ്പുണ്ട്. എന്താ വെള്ളം കാരണം കലക്കി വെച്ചിന്, അതുകൊണ്ടാണിത് ആ കറുപ്പ്. ഇല്ലേ, ഇനിയിപ്പോൾ ചാണം എല്ലാം പൈസ കൊടുത്ത് കൊണ്ടെന്നെങ്കിലേ നമുക്കുള്ളൂ. ഒരാളത്തെ പോലെയല്ല. ഇത് കഞ്ഞിവെള്ളമാണേ. കഞ്ഞിവെള്ളം ഞാൻ കുറേ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറേ ഒഴിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഞാനിത് കുറേ ഒഴിച്ചിട്ടുണ്ട്. എന്താ ഇതിപ്പോൾ എല്ലാം കൂടി ഇതിലിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇനി ഇത് വെള്ളം ഒഴിക്കണം. അത് നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി. നമ്മളിത് നല്ലോണം ഇളക്കി വെക്കട്ടെ. ഇളക്കി വെച്ചിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ശേഷം അമിയട്ടെ. എന്നാൽ അധികം വെള്ളമായാൽ അമിയാൻ ശേഷം പാടുപെടും. അതുകൊണ്ട് ഇത് ഇങ്ങനെ എല്ലാം കൂടി പെരങ്ങ ചീഞ്ഞ് വരട്ടെ. കുറച്ച് വെള്ളമില്ലാണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ല വേഗം ചെയ്യും. വെള്ളം കൂടുതലായാൽ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനെ അത് ചാരം എല്ലാം ഇട്ടതല്ലേ. എന്താ ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, ഇത് ഇതേപോലെ ഇവരെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നാളെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇത് 2 ദിവസം കൊണ്ട് ഈ പച്ച കുറച്ചങ്ങ് കെടും. അന്നേരം നല്ലതാണ്. അന്നേരം ഇത് അങ്ങ് അമ്മി വരും, വേഗം പെട്ടെന്ന് ചീഞ്ഞോളും. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചാലുണ്ടല്ലോ വേഗം പെട്ടെന്ന് ചീഞ്ഞു തരാം. നല്ല വളം ഇതിലെ വളം. നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറീൻ്റെ ഓട്ടം നമുക്ക് തിരിയും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇന്നത്തെ വളമായി നല്ലൊരു അത്ഭുത വളമായി നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ എനിക്കാവില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് അടിക്കുന്നില്ല, എല്ലാവരും ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് ഹൈപ്പ് അടിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഹൈപ്പൊന്നും വരുന്നില്ല. ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അവരടിക്കുന്നിട്ട്